നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ കാലുകുത്തിയ സുരേഷ് ഗോപി CPM-നെയും പിണറായി വിജയനെയും ഊശിയാക്കിയാണ് മടങ്ങിയത്. പൊന്നാപുരം കോട്ടയെന്ന് സഖാക്കൾ അഹങ്കരിക്കുന്ന കണ്ണൂരിൽ തനിക്ക് ചില കളികൾ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തി. വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശനവും നായനാരുടെ വീട്ടിൽ പോയതും കണ്ണൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞതും എല്ലാം CPM-നിട്ടുള്ള അടിയായിരുന്നു. തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിക്ക് നേരെ CPM സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. അന്ന് സുരേഷ് ഗോപി തിരികെ വെല്ലുവിളിച്ചത് തൃശൂർ മാത്രമല്ല, വേണമെങ്കിൽ കണ്ണൂരും ഞാൻ എടുക്കുമെന്നായിരുന്നു. വെറുതെ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചതല്ല എന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുകയാണ്. കണ്ണൂരിനോട് താല്പര്യമുണ്ട്, കണ്ണൂരും തരണമെന്ന് പറശ്ശിനിക്കടവിൽ വെച്ച് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തായാലും വെറും വാക്കല്ല ഇതെന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ്. കണ്ണൂരിലും ചിലതൊക്കെ സുരേഷ് ഗോപി പ്ലാൻ ഇടുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. എന്തായാലും കണ്ണൂരിൽ പോയി മടങ്ങി വന്ന സുരേഷ് ഗോപി ഇപ്പോൾ കണ്ണൂരിൽ CPM-ന് കൊടുത്ത മറുപടികളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും CPM-ന് അടിയായിരിക്കുന്നതും. വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ പോയത് എന്തിനാണെന്നത് സഖാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത്. അതും കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള സന്ദർശനം. ഇതൊരു പണിയാണോ എന്ന ഭയം പിണറായിക്കില്ലാതില്ല. കാരണം വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലാണ് പിണറായിക്ക് പങ്കുണ്ടെന്ന ആരോപണമുള്ളത്. കോടിയേരിക്ക് വേണ്ടിയായിരുന്നു ഈ അരും കൊലയെന്നും ചർച്ച പണ്ടേ ഉള്ളതാണ്. ഏതായാലും ഒന്നും കാണാതെയല്ല കേന്ദ്രമന്ത്രിയുടെ കണ്ണൂർ യാത്ര. 5.5 പതിറ്റാണ്ടിന് മുൻപ് CPM അക്രമികൾ കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ലീലയെ സന്ദർശിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത്. കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പയ്യന്നൂർ അന്നൂരിലെ രാമചന്ദ്രന്റെ ഭാര്യ രജനി, മകൻ ദേവദത്ത്, മകൾ ദേവാംഗന, ധർമ്മടത്തെ സന്തോഷിന്റെ ഭാര്യ ബേബി, മകൻ സാരംഗ്, മകൾ വിസ്മയ എന്നിവരും തിരുവങ്ങാട്ടെ ലീലയുടെ വീട്ടിലെത്തിയിരുന്നു. CPM അക്രമത്തെ തലമുറകളായി അതിജീവിക്കുന്നവരുടെ കൂടിച്ചേരലായി ഇത്. കേന്ദ്രമന്ത്രിയെന്ന ഔദ്യോഗിക പരിവേഷങ്ങൾ മാറ്റിവെച്ച് മൂത്ത സഹോദരനോടെന്ന പോലെയാണ് ലീലയോടും സുരേഷ് ഗോപി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതും എല്ലാവരുമായി ഒത്തുചേർന്നതും. രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഉപജീവനത്തിനായി ലീല വീട്ടിൽ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തിരുന്നു. സുരേഷ് ഗോപിയുടെ പിന്തുണയും സഹായവും നേരത്തെ ലീലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും വരുമെന്നും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ഒരിക്കൽ കൂടി അവസരമൊരുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ് മടങ്ങിയത്. ആ വീണ്ടും വരുമെന്ന് പറഞ്ഞത് അത്ര പന്തിയല്ലല്ലോ എന്നാണ് സഖാക്കൾ അടക്കം പറയുന്നത്. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് കേട്ടാൽ ഇപ്പോഴും CPM-കാർക്ക് ഒരു ചങ്കിടിപ്പുണ്ട്, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. രാമകൃഷ്ണൻ കേസ് CPM-ന് അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നല്ല. പിണറായി വിജയനും കോടിയേരിയും വെട്ടിലായ സംഭവം. 1969 ഏപ്രിൽ 28-നാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് CPM നേതൃത്വം തുടക്കം കുറിച്ചത് വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയായിരുന്നു. P. ജയരാജന്റെ വിടുവായത്തം കൊണ്ട് പിണറായി കോടിയേരി കൂട്ടം മുൾമുനയിൽ നിന്നത് കേരളം മറന്നിട്ടുണ്ടാകില്ല. ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ആക്രമിച്ചതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണെന്ന് P. ജയരാജന്റെ പ്രസംഗം ചില്ലറ വിവാദമൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയത്. CPM-ൽ ചേർന്ന RSS മുൻ പ്രചാരക് CV സുബഹിന് ചിറക്കുനിയിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു P. ജയരാജൻ ഇത്തരത്തിലൊരു വിവാദ പ്രസംഗം നടത്തിയത്. സ്റ്റുഡന്റ് ഫെഡറേഷന്റെ അന്നത്തെ താലൂക്ക് സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ RSS പ്രവർത്തകർ ആക്രമിച്ച് 10 മിനിറ്റിന് ശേഷമാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത്. ഇതൊക്കെ വരമ്പത്തെ കൂലിയാണ് എന്നായിരുന്നു P. ജയരാജൻ മുൻപ് പറഞ്ഞത്. ഇതോടെ സംഭവം ആകെ കൈവിട്ടുപോയി. CPM-നും പിണറായിക്കും കോടിയേരിക്കും നേരെ വലിയ വിവാദങ്ങളും രോഷവും അണപൊട്ടി. സംഭവം കൈവിട്ടു പോയപ്പോൾ ജയരാജൻ പിന്നീട് ഇത് മാറ്റി പറഞ്ഞു. RSSന്റെ അക്രമങ്ങളെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നുവെന്നും കൊലപാതകം നടന്ന ദിവസങ്ങളിലെ പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് പ്രസംഗം നടത്തിയതെന്നുമായിരുന്നു ജയരാജന്റെ വിശദീകരണം.